ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ കലാവിദ്യാഭ്യാസത്തിലെ മധുരമീ നാദം എന്നുള്ള ഈ പോർഷനാണ് കേട്ടോ. ഇത് 1.4 ആണ് ആക്ടിവിറ്റി. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ആർട്ട് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. തിരക്കുള്ള ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തുള്ള കടയിൽ നിൽക്കുകയായിരുന്നു ലല്ലു. സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തിയതും ആരോ ഒരാൾ ധൃതിപ്പെട്ട് വണ്ടിയെടുത്തപ്പോൾ മുന്നിലെ കാറിൽ ഉരസി വണ്ടികൾ മുന്നോട്ട് പോകാതായി. ഈ സമയം എല്ലാ വണ്ടികളിൽ നിന്നും ഹോൺ മുഴങ്ങി. ഹോ, എന്തൊരു കാതടപ്പിക്കുന്ന ശബ്ദം! വണ്ടികൾ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതോടെ ശബ്ദം നിലച്ചു. അപ്പോഴാണ് കടയിലെ റേഡിയോയിൽ നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന ശബ്ദം ലല്ലു ശ്രദ്ധിച്ചത്. എന്ത് സുഖമാണ് കേൾക്കാൻ! ഇത്തരത്തിൽ കേൾക്കാൻ സുഖമുള്ള ശബ്ദങ്ങളാണ് നാദം. നാദത്തെ അറിയാം. നാദത്തിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളെ നാദം എന്ന് പറയുന്നു. നാദം സന്തോഷം നൽകുന്നു. നാദം സംഗീതാത്മകമാണ്. നാദം ആസ്വാദ്യകരമാണ്. ആധികാരിക സംഗീത ഗ്രന്ഥങ്ങളിൽ നാദത്തെ ആഹതനാദമെന്നും അനാഹതനാദമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്ന നാദത്തെ ആഹതമെന്നും കേൾക്കാൻ കഴിയാത്ത നാദത്തെ അനാഹതമെന്നും പറയുന്നു. നാദത്തെ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. നാദത്തിന്റെ 6 വിഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിലാദ്യത്തേത് ശരീരജം, മനുഷ്യകണ്ഠത്തിൽ നിന്നുണ്ടാകുന്ന നാദം, ഉദാഹരണം വായ്പ്പാട്ട്. രണ്ടാമത്തേത് നഖജം, നഖം ഉപയോഗിച്ച് കമ്പികളിൽ തട്ടിയോ മീട്ടിയോ ഉണ്ടാക്കുന്ന നാദം, ഉദാഹരണം വീണ. മൂന്നാമത്തേത് ധനുർജം, വില്ലുപയോഗിച്ച് അല്ലെങ്കിൽ ബോ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന നാദം, ഉദാഹരണം വയലിൻ. അടുത്തത് വായുജം, വായുവിന്റെ സഹായത്തോടെ നാദം പുറപ്പെടുവിക്കുന്നത്, ഉദാഹരണം ഓടക്കുഴൽ. പിന്നെ ചർമ്മജം, തുകൽ വാദ്യങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നാദം, ഉദാഹരണം മൃദംഗം. അവസാനത്തേത് ലോഹജം, ലോഹനിർമ്മിതമായ ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നാദം, ഉദാഹരണം ഇലത്താളം. സംഗീതോപകരണങ്ങൾ കണ്ടെത്താം. നാദത്തിന്റെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെട്ടല്ലോ. ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുന്ന സംഗീതോപകരണങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കൂ. നമുക്ക് ഓരോന്നിനായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം ശരീരജം, അതായത് ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം. ഇപ്പോൾ വായ്പാട്ടല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന പാട്ടല്ലാതെയുള്ള മറ്റൊരു ഉദാഹരണമാണ് കൈകൊട്ടൽ. പിന്നെ നഖജത്തിന് ഉദാഹരണങ്ങൾ മോർസിംഗ്, തുമ്പി. ധനുർജത്തിന് ഉദാഹരണങ്ങൾ സാരംഗി, വയോള, സെല്ലോ. ഇതൊക്കെ നമ്മളുടെ വയലിന് പോലെയുള്ള ചില വാദ്യോപകരണങ്ങളാണ്. ഡബിൾ ബാസ്, ദിൽറുബ, പുള്ളുവൻ വില്ല് തുടങ്ങിയവ. വായുജത്തിന് ഉദാഹരണങ്ങൾ നാദസ്വരം, ശംഖ്, ഹാർമോണിയം, സാക്സഫോൺ, ട്രംപറ്റ്, മൗത്ത് ഓർഗൻ. ചർമ്മജത്തിന് ഉദാഹരണങ്ങളാണ് ചെണ്ട, മദ്ദളം, തിമില, ഇടയ്ക്ക, തബല, ദഫ്, ഉടുക്ക് തുടങ്ങിയവ. ലോഹജത്തിന് ഉദാഹരണങ്ങളാണ് ചെമ്പിലം, ചേങ്ങില, മണി തുടങ്ങിയവ. നമുക്കൊരു സിനിമാ ഗാനം പാടിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാ ഗാനങ്ങൾ ഏതെല്ലാമാണ്? അത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഈണത്തിൽ പാടാം. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമാ ഗാനം തിരഞ്ഞെടുത്ത് ഈണത്തിൽ പാടി അവതരിപ്പിക്കുക. അവതരണം കൂടുതൽ മികവുറ്റതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചർച്ച ചെയ്യൂ. എന്തൊക്കെയാണ് മക്കളെ? ആ ഗ്രൂപ്പിൽ പാടുന്നവരുടെ ആ കോർഡിനേഷൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാട്ടിന് സ്യൂട്ടാവുന്ന വോയിസ് ആരുടേതാണോ അവരെ മെയിൻ ആയിട്ട് പാടാനായിട്ട് അവസരം കൊടുക്കണം. പിന്നെ അതുപോലെ നല്ല പാട്ടുകാരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് പാടിക്കണം അല്ലെ മെയിനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും. ആ കഴിവുകൾ കണ്ടെത്തി അത്യാവശ്യം നന്നായി പാടാൻ കഴിയുന്നവരാരാണോ അവർ പാടാൻ തിരഞ്ഞെടുക്കണം. പിന്നെ മ്യൂസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അതിനെ കരോക്കെയൊക്കെ ഇടാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ജൂൺ 21 ലോക സംഗീത ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഗീതത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഗാനം സംഘമായി പാടി അവതരിപ്പിക്കൂ. അതും നിങ്ങൾ സ്കൂളിൽ ഗ്രൂപ്പുകളായി ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഡോക്ടർ KJ യേശുദാസ്. ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് പ്രശസ്തനായ ഡോക്ടർ KJ യേശുദാസ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നു. വിവിധ ഭാഷകളിലായി 50,000-ലധികം ഗാനങ്ങൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട്. 8 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചു. പാട്ടുപെട്ടി, പ്രഭാതഗീതം എന്നുള്ളൊരു ഡോക്ടർ ആശ എമ്മിന്റെ ഒരു പാട്ട് അവിടെ വന്നിട്ടുണ്ട്. അറിവാണ് നിറവ്, കനിവിന്റെ പൊരുള്, ഉണരാമണി ചേരാം, നന്മകൾ വിതറാം, ചങ്ങാതിയാരെന്ന് നന്നായി അറിയാം. മക്കളത് എന്ത് ചെയ്യുക? അത് വായിക്കല്ല, പാടി നോക്കുക കേട്ടോ. വായിച്ചിട്ട് നല്ല ഈണം നൽകി പാടി നോക്കുക. പാട്ടുപെട്ടിയിലെ പ്രഭാതഗീതം നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഇതുപോലുള്ള മറ്റു പാട്ടുകൾ ശേഖരിച്ച് പാട്ടുപെട്ടിയിൽ ചേർക്കുകയും വേണം. ജാനകി.
17 ഭാഷകളിലായി 48,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്ത പിന്നണി ഗായികയാണ് എസ് ജാനകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടി. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 11 അല്ലേ ജാനകി അമ്മ മരിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നോക്കാനായിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല മക്കളെ. എന്നാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്യുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്